തങ്ങളെ നോക്കി നിൽക്കുകയാണ്. ഒളു എടുത്ത് വളരെ ഭയഭക്തിയോടെ മദീനത്തെ പള്ളിയിൽ വളരെ ഭവ്യതയോടെ ദർസ് നടത്തുന്ന മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ദർസ് നടത്തുമ്പോ ശിഷ്യന്മാര്, ആയിരക്കണക്കായ ശിഷ്യന്മാര് മുമ്പിലുണ്ട്. അവർക്ക് ദർസ് നടത്തുമ്പോൾ റസൂലുള്ളാഹിന്റെ ഹദീസാണ് ദർസ് നടത്തുന്നത്. ആ സമയത്താണ് ക്ലാസ് ആരംഭിച്ച് കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ ഒരു തേൾ വന്ന് കുത്തുകയാണ്. ഒരു തവണയല്ല, ആവർത്തിച്ച് കുത്തുകയാണ്. 16 തവണ ഒരു തേൾ വന്ന് മഹാനായ മാലിക് റളിയല്ലാഹു തആല അൻഹുവിനെ കുത്തുകയാണ്. വേദനയുണ്ട്, പക്ഷേ പുളയുന്നില്ല, അവിടെ നിന്ന് അനങ്ങുന്നില്ല, ദർസ് നിർത്തുന്നില്ല. എല്ലാ കാര്യങ്ങളും ശ്രദ്ധ വിട്ടുകൊണ്ട് മഹാനവറുകൾ തേളിന്റെ കടിയേറ്റ്, തേളിന്റെ കുത്തേറ്റ് ശിഷ്യന്മാർക്ക് വല്ലാത്ത വിഷമമുണ്ട്. അവർ ഉസ്താദിന്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ ഈ കാര്യം കണ്ടപ്പോൾ അവർക്ക് വല്ലാത്ത വിഷമമായി. പക്ഷേ 18 തവണ തേള് മഹാനായ ഇമാം മാലിക് തങ്ങളെ ആവർത്തിച്ചു കുത്തി. പക്ഷേ മഹാനവറുകൾ പ്രതികരിച്ചില്ല. ദർസ് കഴിഞ്ഞപ്പോൾ ഉസ്താദിന്റെ അടുത്തേക്ക് ശിഷ്യന്മാര് വരികയാണ്. അല്ല ഉസ്താദേ, നിങ്ങൾ എന്താണ് നിങ്ങളെ തേള് കുത്തിയിട്ട് പോലെ നിങ്ങൾ ദർസ് നിർത്തിയിട്ട് ആ തേളിനെ അടിച്ച് കൊല്ലാത്തത് എന്താണ്? നിങ്ങൾ തേളിനൊന്നും കാട്ടില്ലല്ലോ, നിങ്ങൾ വേദന സഹിച്ച് ഇങ്ങനെ ദർസ് നടത്തുകയാണല്ലോ ചെയ്തത് ഉസ്താദേ. ആ സമയത്ത് മഹാനായ ഇമാം മാലിക് തങ്ങൾ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരുന്നത്, നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. ആ ഹദീസ് ദർസ് നടത്തുമ്പോൾ ഞാൻ നിങ്ങളോട് ഹദീസ് ദർസ് നടത്തുമ്പോൾ എന്റെ മുമ്പിൽ ആര് വന്നാലും, ഏത് തേള് വന്നാലും ഞാൻ അതിനെ പ്രതികരിക്കാൻ നിന്നാൽ, ഞാൻ അതിനെ ആട്ടി ഓടിക്കാൻ നിന്നാൽ, ഞാൻ അതിനടിച്ചു കൊല്ലാൻ നിന്നാൽ നിങ്ങളെ ശ്രദ്ധ തേളിലേക്ക് തിരിഞ്ഞു പോകും, എന്റെ ശ്രദ്ധ തേളിലേക്ക് തിരിഞ്ഞു പോകും. പക്ഷേ ഞാൻ നിങ്ങൾക്ക് നടത്തിത്തരുന്ന ദർസ് ഏതെന്നറിയുമോ? അത് ആദരവായ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് വചനങ്ങളാണ്. ആ ഹബീബായ നബി തങ്ങളുടെ റിസാലത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുമ്പോൾ എന്റെ ശ്രദ്ധ മാറാൻ പാടില്ല, നിങ്ങളെ ശ്രദ്ധ മാറാൻ പാടില്ല എന്ന നിശ്ചയദാർഢ്യമുണ്ട്. അങ്ങനെ ശ്രദ്ധ മാറിപ്പോയാൽ അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിനോട് ഞാൻ അനാദരവ് കാണിച്ചവനാകുമോ എന്ന് പേടിച്ചത് കൊണ്ടാണ് ഞാൻ ആ തേളിനെ അടിക്കാതിരുന്നത് എന്ന് ഇമാമുൽ അഅ്ലം ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അങ്ങനെയുള്ള മഹാന്മാരെ സൂക്ഷ്മത ഒന്ന് ചിന്തിച്ചു നോക്ക്, എത്രമാത്രം സൂക്ഷ്മതയുടെ ഉടമകളായിരുന്നു അവർ. അപ്പോൾ നോമ്പ് മൂലം നമുക്കുണ്ടായിത്തീരേണ്ടത് തഖ്വയാണ്, ഭയഭക്തിയാണ്. എത്ര നിസ്സാരമായ കാര്യങ്ങളും തെറ്റുകളും നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണം. നമുക്ക് വലിയ വലിയ തെറ്റുകളാണ് ഇപ്പൊ നമ്മളെന്താവുക, പരമാവധി മാറി നിൽക്കുക, കള്ള് കുടിക്കുക, വ്യഭിചരിക്കുക, പലിശ വാങ്ങുക, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. പക്ഷേ നിസ്സാരമായി കാണുന്ന പല തെറ്റുകളുമുണ്ട്. ആ തെറ്റുകളെല്ലാം നാളെ റബ്ബിന്റെ മുമ്പിൽ വരുന്നതാണ്. يأمل مثقال ذرة خيرا يرى ومن يأمل مثقال ذرة شرا يرى. മിസ്കാൽ ذرة അണുമണിത്തൂക്കം. അണുമണിത്തൂക്കം എത്ര നിസ്സാരമായി കാണുന്ന സംഗതിയുണ്ടോ അതെല്ലാം നാളെ റബ്ബിന്റെ മുമ്പിൽ വരുന്നതാണ്. അത് അല്ലാഹു അതിനെ കാണുന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. ഇത്ര നിസ്സാരമായി ചെയ്ത കാര്യം നമ്മളിപ്പോ ഗീബത്ത് പറയാ, ഒരാളെങ്ങനെ ഗീബത്ത് പറയാന്നുള്ള സംഗതി എന്താ? നമ്മളത്ര വിഷയാക്കൂല, ഗൗരവാക്കൂല. നമുക്കുള്ള കിട്ടുന്ന സമയങ്ങളൊക്കെ ഒഴിവിട്ടിയാൽ അതിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തും. അയൽപക്കത്ത് പോയാൽ, ഒരു സദസ്സ് കൂടിയാൽ, ഒരു മജ്ലിസ് കൂടിയാൽ, ഒരു വേദി കിട്ടിയാൽ മറ്റുള്ളവരെ മച്ചർച്ച തിന്നാൻ നമ്മൾ സമയം കണ്ടെത്തും. അത് കേൾക്കും, അതിനിരിക്കും, അതിന് വല്ലാത്ത ഹരമാണ്, രസമാണ്. പക്ഷെ അതത്ര നിസ്സാരമായി നമ്മൾ കാണുന്ന കാര്യമാണെങ്കിലും പടച്ച റബ്ബിന്റെ മുമ്പിൽ അത് കാണിക്കപ്പെടും കേട്ടോ. മഹാനായ ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം
തന്റെ മകന് കൊടുത്ത ഉപദേശത്തിൽ മോനെയാ ബുനയ്യ, ഓ കുഞ്ഞുമോനെ, ഓ കുഞ്ഞുമോനെ എന്ന് വിളിച്ചിട്ട് കൊടുത്ത സാരവത്തായ സാരസമ്പൂർണമായ ഉപദേശത്തിൽ ആ മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം, എന്റെ കുഞ്ഞുമോനെ നീ നിസ്കാരം നിലനിർത്തണേ മോനെ. നിസ്കാരം നിലനിർത്തുക എന്നാൽ അതിന്റെ സമയത്ത് തന്നെ നിസ്കരിക്കണം. നിസ്കാരം അതാതിന്റെ സമയത്ത് തന്നെ നിസ്കരിക്കാൻ സമയം കണ്ടെത്തണം മോനെ. വസ്ബിർ അലാ മാ അസാബക്, നിനക്കെത്തിയ എന്ത് വിഷമങ്ങളുണ്ടോ അതിലൊക്കെ നീ ക്ഷമിക്കണം മോനെ. മകന് കൊടുക്കുന്ന സാരവത്തായ ഉപദേശമാണ്. നിസ്കരിക്കണം, എല്ലാ കാര്യങ്ങളും നോമ്പ് നോക്കണം, സക്കാത്തുകളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ നീ നിനക്ക് വന്ന എല്ലാ വിഷമങ്ങളിൽ നിന്ന് നീ ക്ഷമ കൈക്കൊള്ളണം. അക്കൂട്ടത്തിൽ പറഞ്ഞു മോനെ, നീ എത്ര നിസ്സാരമായി കാണുന്ന കാര്യങ്ങളുണ്ടോ, എത്ര നിസ്സാരമായി കാണുന്ന തെറ്റുകളുണ്ടോ, ഇതെല്ലാം പടച്ച റബ്ബ് കാണും കേട്ടോ. ഈ ബോധം നിനക്ക് ഉണ്ടാവണമെന്നാണ് തന്റെ മകനോട് മഹാനായ സയ്യിദുനാ ലുഖ്മാൻ. നീ ആകാശത്തിലോ ഭൂമിയിലോ, ഭൂമിക്ക് ഉള്ളിലെ ഒരു ഗുഹാന്തരീക്ഷത്തിൽ വെച്ചുകൊണ്ടോ, ഏതെങ്കിലും പാറയുടെ ഉള്ളിൽ വെച്ചുകൊണ്ടോ, പാറപ്പുറത്ത് വെച്ചുകൊണ്ടോ നീ ചെയ്യുന്ന തെറ്റുകളുണ്ടല്ലോ, അതെല്ലാം പടച്ച റബ്ബ് കാണുമെന്ന് മഹാനായ സയ്യിദുനാ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകിയ ഉപദേശമാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അതുകൊണ്ട് സ്വർഗത്തിന്റെ കവാടത്തിലൂടെ കടക്കണമെങ്കിൽ, സ്വർഗപ്രവേശനം സാധ്യമാവണമെങ്കിൽ 5 കാര്യങ്ങൾ മഹാന്മാര് പഠിപ്പിച്ചതിൽ ഒന്നാമത്തേത് തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. ഇത്ര നിസ്സാരമായി കാണുന്ന തെറ്റ്, അത് നമ്മൾ തെറ്റ് ചെയ്യുന്ന തെറ്റുകള്, അത് ഒരു പക്ഷെ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന തെറ്റിന്റെ പ്രതിഫലം ദുന്യാവ് എന്ന് കുറച്ച് കഴിഞ്ഞാൽ കാണും. മഹാന്മാര് പറയാണ്, നാളെ ആഖിറത്തില് പടച്ചവന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ശിക്ഷ മാത്രമല്ല, പടച്ചവന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ശിക്ഷ മാത്രമല്ല, അത് വേറെ. എന്നാ ദുനിയാവിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് ദുനിയാവിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഉമ്മയെ വെറുപ്പിച്ചാൽ ദുനിയാവിൽ നിന്ന് തന്നെ കിട്ടും. ദുനിയാവിൽ നിന്ന് തന്നെ കിട്ടുന്ന ചില സംഗതികളുണ്ട്. അത് ഉമ്മമാരെ വെറുപ്പിച്ചാൽ, മാതാപിതാക്കളെ വെറുപ്പിച്ചാൽ ദുനിയാവിൽ അത് കാണുന്നതാണ്. എത്രയോ അനുഭവങ്ങൾ. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന നിസ്സാരമായ ചില തെറ്റുകൾ, ആ തെറ്റുകളുടെ പരിണിത ഫലമുണ്ടല്ലോ ഈ ദുനിയാവിൽ നിന്ന് തന്നെ നമ്മൾ അനുഭവിക്കും. നമ്മൾ മാത്രമല്ല, നമ്മുടെ തലമുറയും അനുഭവിക്കും. നമ്മളെ മക്കൾ, നമ്മൾ ചെയ്യുന്ന തെറ്റ് കാരണം മക്കളും അവര് തെറ്റുകാരാവും. ചിലപ്പോൾ നമ്മൾ മോശമാവുമ്പോൾ നമ്മളെ മക്കൾ മോശമാവും. നമ്മളൊരു മോഡൽ പതിപ്പായിരിക്കും നമ്മളെ മക്കള്, നമ്മളെ ഫോട്ടോസ്റ്റാറ്റ് ആയിരിക്കും നമ്മളെ മക്കള്. അപ്പൊ നമ്മൾ എങ്ങനെയാണോ അതുപോലെയാ നമ്മളെ മക്കള്. അപ്പൊ നമ്മളെ മക്കൾ മോശമായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത തെറ്റിന്റെ ഒരു ഫലം ആ മക്കളും അനുഭവിക്കുന്നതാണ്. ഒരു വലിയ പണ്ഡിതൻ, ആ പണ്ഡിതൻ ഇൽമു പറഞ്ഞു കൊടുക്കുന്നതിന്റെ പുറമെ അയാൾക്കൊരു ബിസിനസ് ഉണ്ടായിരുന്നു. ആ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പണ്ഡിതൻ മുമ്പ് കാലത്ത് കഴിഞ്ഞു പോയ ചരിത്രത്തിലുള്ളതാ. അയാളുടെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ അത്യാവശ്യം സാമ്പത്തിക നിലവാരത്തിലാണ്. അയാളടുത്ത് വാഹനമുണ്ട്, അയാളടുത്ത് എസ്റ്റേറ്റ് ഉണ്ട്, അദ്ദേഹത്തിന്റെ അടുത്ത് സൗകര്യമുണ്ട്, നല്ല മനോഹരമായ വീടുണ്ട്, നല്ല പത്രാസിൽ നടക്കുന്ന ഒരു പണ്ഡിതനാണ്. അയാൾ ഇങ്ങനെ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ അയാളുടെ ഒരു സുഹൃത്തായ മനുഷ്യൻ കച്ചവടമൊക്കെ നടത്തി പരാജയപ്പെട്ട് പാപ്പറായി ഇങ്ങനെ നടക്കുകയാണ്. ആ മനുഷ്യനെ കണ്ടപ്പോൾ ഇയാൾ അഹങ്കാരത്തോടെ പറഞ്ഞു പോയി, യാ മുഫ്ലിസോ, മുഫ്ലിസേ, കൈവലഞ്ഞവനെ, പാപ്പറായവനെ എന്ന് വിളിച്ചു. ഒരാൾ മറ്റൊരാളെ പാപ്പറായവനെ എന്ന് വിളിച്ചു. നമുക്ക് പോയി നിസ്സാരല്ലേ, എടാ പൊട്ടി പാളീസായവനെ, കച്ചവടം നടത്തി പൊട്ടി പാളീസായവനെ എന്ന് പറഞ്ഞിട്ട് ഒരു അഹങ്കാര, ഒരു പരിഹാസ രൂപത്തില് തന്റെ സഹോദരനെ, തന്റെ കൂട്ടുകാരനെ, തന്റെ നാട്ടുകാരനെ, തന്റെ കുടുംബക്കാരനെ, ആരെയാവട്ടെ, ഓ കൈവലഞ്ഞവനെ എന്ന് അയാൾ വിളിച്ചു പോയി. അങ്ങനെ വിളിച്ചപ്പോ കുറെ കൊല്ലം കഴിഞ്ഞപ്പോ അയാളെ ബിസിനസ് നല്ല ഉഷാറായി നടന്നുകൊടുക്കണതിനിടെ പെട്ടെന്ന് അയാളെ ബിസിനസ് പൊട്ടി. അയാളെ ബിസിനസ് പൊട്ടിയെന്ന് മാത്രല്ല, പണ്ഡിതന്റെ കച്ചവടം പൊട്ടിയെന്ന് മാത്രല്ല, അയാള് കടക്കാരനായി. പിന്നെ പലരോടും കടം വാങ്ങാൻ തുടങ്ങി.
ബാങ്കിൽ നിന്ന് കടം എടുക്കേണ്ടി വന്നു. ബാങ്കർ അന്നത്തെ കാലത്ത് എന്താണ് കടം എടുക്കുമ്പോ ഉണ്ടാവുക? അങ്ങനത്തെ കടമൊക്കെ എടുത്ത് അങ്ങനെ അവസാനം എന്താ ഉണ്ടാവുക? പിന്നെ വീട് ജപ്തിയാകും. അതിനും പിന്നെ കടം വീട്ടാതെ വരുമ്പോൾ പിന്നെ കേസ് കൊണ്ടാൻ വേണ്ടിയാവും. അങ്ങനെ പിന്നെ കടക്കാരനായി പാപ്പറായി കഴിയുന്ന ആള് ജയിലിൽ കൊണ്ടുപോയിടും. അയാളെ ജയിലിൽ കൊണ്ടുപോയിട്ടു അയാൾ ദുനിയാവിൽ നിന്ന് ഭാവിയിൽ അനുഭവിച്ചൊരു കാര്യമാണ്. അയാൾ ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അയാള് നല്ല ഉള്ള സമയത്ത് അഹങ്കരിച്ചൊരു വർത്താനം പറഞ്ഞതാ ഒരാളെ നോക്കിയിട്ട്. സംഭവം നിസ്സാരാണ്. നമ്മളാ പറയുന്ന കാര്യം നമുക്കത് നിസ്സാരമാണ്. പക്ഷേ ദുനിയാവിൽ നിന്ന് തന്നെ അങ്ങനെയൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. രണ്ടാമത്തെ കാര്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗപ്രവേശനത്തിന്റെ 5 കാര്യങ്ങൾ മഹാന്മാരെ പഠിപ്പിക്കുകയാണ്. ദുനിയാവിൽ നിന്ന് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. അതെത്ര ചെറുതാണെങ്കിലും അല്പം കൊണ്ട് അവൻ തൃപ്തിപ്പെടണം. പിന്നെ ദുനിയാവിൽ നിന്ന് സ്വർഗപ്രവേശനത്തിനുള്ള കാരണമാണ്. ദുനിയാവിൽ നിന്ന് അയാൾ അല്പമാണെങ്കിലും അത് ബറക്കത്ത് വേണം. നമുക്ക് കിട്ടുന്ന നമുക്ക് എല്ലാത്തിലും ബറക്കത്ത് വേണം. നമ്മുടെ സമ്പത്തില്, നമ്മളെ കൃഷിയില്, നമ്മളെ എല്ലാ കാര്യങ്ങളും ബറക്കത്തുണ്ടോ? പിന്നെ ഒന്നും വേണ്ട, അള്ളാഹു അത് വിജയിപ്പിച്ചു തരും. അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. അപ്പൊ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. അത് വസ്ത്രമായാലും ഭക്ഷണമായാലും നമ്മളെപ്പോഴും മേലോട്ടല്ല ചിന്തിക്കേണ്ടത്, താഴോട്ട് ചിന്തിക്കണം എന്നാണ്. മൂന്നാമത്തെ കാര്യം മഹാന്മാര് പഠിപ്പിക്കുന്നു, ഇബാദത്തുകളിൽ അയാൾക്ക് വല്ലാത്ത താല്പര്യമുണ്ടാവണം. സ്വർഗപ്രവേശനത്തിന് സാധ്യമാകുന്ന വഴികൾ മഹാന്മാര് പഠിപ്പിക്കുകയാണ്. അയാൾ ഇബാദത്തുകൾക്ക് താല്പര്യമുള്ള ആളാവണം. ഇബാദത്തുകൾക്ക് താല്പര്യം എന്ന് പറഞ്ഞാൽ വേണം. നിസ്കാരാണെങ്കിൽ അതിന് നല്ല ആവേശം. റമദാൻ മാസം വരുന്നതിനും റമദാൻ മാസം നോമ്പ് നോൽക്കുന്നതിലും അതുപോലെ അല്ലാത്ത മാസങ്ങളിൽ സുന്നത്ത് നോമ്പ് നോൽക്കുന്നവർക്ക് നല്ലൊരു ആവേശമാണ്. ഇബാദത്തിൽ ഒരു ഹിർസ്, ഒരു അലച്ച. നമുക്ക് എന്തിനാ അലച്ചുള്ളത്? മുതലിന് അലച്ചുണ്ടാവും, ഭക്ഷണത്തിന് അലച്ചുണ്ടാവും. ഭക്ഷണം മുന്നിൽ വന്നാൽ അതിനോടൊരു ആർത്തി അത് നമുക്കുണ്ട്. സമ്പത്തിനോട് ആർത്തിയുണ്ട്. പക്ഷേ ആർത്തി വേണ്ടത് സമ്പത്തിനോടല്ല, ഭക്ഷണത്തോടല്ല. നമുക്ക് ആർത്തി വേണ്ടത് ഇബാദത്തിനാണ്. പരിശുദ്ധ റമദാൻ വന്നു, ഭംഗിയായി നോമ്പ് നോൽക്കണം. നോമ്പ് എന്ന് പറയുന്നത് കേവലം പട്ടിണിയല്ല, അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കലല്ല. അങ്ങനെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്ന എത്രയോ ആളുകളുണ്ട്. തീരെ ഭക്ഷണം കഴിക്കാത്ത ആളുകളൊക്കെ ഇസ്ലാം സ്വീകരിക്കാത്ത ആളുകളിലുണ്ട്, അന്യ സമുദായങ്ങളിലുണ്ട്. തീരെ ഭക്ഷണം കഴിക്കൂല. അപ്പൊ ഭക്ഷണം ഒഴിവാക്കുക, തീറ്റ കൂടികൾ ഒഴിവാക്കുക എന്നത് മാത്രമല്ല നോമ്പിന്റെ അർത്ഥതലം. നോമ്പിന്റെ ആത്മീയ തലം എന്ന് പറയുന്നത് അയാൾ നോമ്പ് നോച്ചു കഴിഞ്ഞാൽ എല്ലാ തിന്മകളിൽ നിന്നും മാറി നിന്ന് അള്ളാഹുവിന്റെ ത്വാഅത്തിൽ അയാൾ മുഴുകുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ത്വാഅത്തിലായി മുഴുകുക. നോമ്പ് നോച്ചിട്ട് അനാവശ്യ വർത്തമാനം പറഞ്ഞിട്ട് നോമ്പ് കൊണ്ട് ഫലമില്ല. നോമ്പ് നോച്ചിട്ട് അനാവശ്യ പ്രവൃത്തി ചെയ്തിട്ട് കാര്യമില്ല. നോമ്പ് നോറ്റ് അനാവശ്യ ചിന്തകൾ കടന്നു വന്നാൽ ആ നോമ്പിന് അർത്ഥമില്ല. നോമ്പ് നോച്ചിട്ട് ഒരു ഇബാദത്തും ചെയ്യാതെ അയാളുടെ മനസ്സ് മറ്റുള്ള ആളോടുള്ള പകയും വിദ്വേഷവുമായി നടക്കുന്നതാണെങ്കിൽ ആ നോമ്പ് കൊണ്ട് യാതൊരു കാര്യവുമില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, മല്ലം യദഅ ഖൗലസ്സൂർ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തഅമഹു വശറാബാ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മല്ലം യദഅ ഖൗലസ്സൂർ, അനാവശ്യമായ വാക്ക് പ്രവൃത്തി, വൽ അമല ബിഹി, അതുമൂലമുള്ള പ്രവർത്തനം,
അത് ഉപേക്ഷിക്കാത്ത നോമ്പുകാരൻ അല്ലാഹുവിന് ആവശ്യമില്ല, താല്പര്യമില്ല അയാൾ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ, അയാൾ തീറ്റയും കുടിയും ഒഴിവാക്കുന്നതിൽ, അയാൾ പട്ടിണി കിടക്കുന്നതിൽ അല്ലാഹുവിന് താല്പര്യമില്ല എന്ന് സയ്യിദുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു